മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് തിയേറ്ററിൽ പോയി കണ്ടു. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ മിഷൻ ഇമ്പോസിബിൾ സീരീസ് മുഴുവൻ കണ്ടിട്ടില്ലെങ്കിലും ഡെഡ് റെക്കണിംഗ് എങ്കിലും മിനിമം കാണണം. ഡെഡ് റെക്കണിംഗ് കണ്ടിട്ട് രോമാഞ്ചം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പുള്ള 6 സിനിമകളും കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ ഡെഡ് റെക്കണിംഗ് എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വർക്കാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന ചോദ്യത്തിനും അപ്പുറത്തേക്ക് ഞാനിതിനെ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള എൻ്റെ നായകന്മാർ, എനിക്കിഷ്ടം തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ഒരു ലെജൻഡറി സംഭവം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ പറയുക, രാജകീയമായ മ്യൂസിക്കിൽ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസിൽ ഇവരുടെ ഈ പെർഫോമൻസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം എനിക്കിത് വേർത്താണ്. പക്ഷേ ഓരോ സീനുകളും അവരെടുത്തു വെച്ചിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ്. വളരെ വിശദമായിട്ട് തന്നെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പുകഴ്ത്തി പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇന്ന് PVR IMAXൽ സിനിമ കാണാൻ പോയ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. വൺ ഓഫ് ദി വേർസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്. ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യാം എപ്പോഴാണ് സിനിമയെക്കുറിച്ചുള്ള പുകഴ്ത്തൽ ആരംഭിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കാണാനേ ക്ഷമയുള്ളൂ എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, തിയേറ്ററിൽ പോയി പടം കാണുക. ഗംഭീര പടമാണ്. സോ ഇന്ന് രാവിലെ 9 മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ മിഷൻ ഇമ്പോസിബിൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. IMAXൽ ഇവർ തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പം തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ്. അങ്ങനെ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് പറയില്ല, ആദ്യത്തെ ദിവസം നേരത്തെയുള്ള ഒരു ഷോ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് കൂടുതലും ആ സീരീസിൻ്റെ തന്നെ കടുത്ത ഫാൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ കുറച്ച് ഫാൻസൊക്കെ അവിടെ ഉണ്ട്. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ 9:02 ഓടി പിടിച്ച് മോളി ചെന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു ഒരു 20 മിനിറ്റ്സ് ഡിലേ ഉണ്ട്. ഓക്കെ, 20 മിനിറ്റ്സ് ഡിലേ നമ്മൾ ടോം ക്രൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കും. പക്ഷേ 20 മിനിറ്റ്സ് കഴിഞ്ഞു, 30 മിനിറ്റ്സ് കഴിഞ്ഞു, 40 മിനിറ്റ്സ് കഴിഞ്ഞു. പിന്നെ വരുന്നത് ഒരു അനൗൺസ്മെൻ്റ് ആണ്. അവിടെ മാനേജറിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാൾ വന്നു. അദ്ദേഹം പറയുന്നത് സിനിമയുടെ ഈ ലോഡിങ്ങിൽ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്, സിനിമ ഇതുവരെ ലോഡായി തീർന്നിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി സമയമെടുക്കും. ഇത് IMAX തിയേറ്ററുകളിലൊക്കെ ഉള്ളതാണ്. ഇന്ത്യയിൽ എവിടെയും IMAXൽ രാവിലെ 9 മണിക്കകത്ത് അല്ലെങ്കിൽ രാവിലത്തെ ആദ്യത്തെ ഷോ കളിച്ചിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ച് പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ ഈ സിനിമ ലോഡായിട്ടില്ല, ലോഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ 9 മണിയുടെ ഷോ ഇപ്പോൾ ഏരീസ് പ്ലക്സിലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു തിയേറ്റർ ഞാൻ പ്രിഫർ ചെയ്യുക. അവിടെ ഓൾറെഡി ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എവിടെയും പോകാനില്ല, 10 മണിയായല്ലോ. അതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ അവിടെ തന്നെയുള്ള അടുത്ത ഷോയ്ക്ക് കയറുക എന്നുള്ളതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയിപ്പ് വരാൻ തുടങ്ങി. പതുക്കെ അവരുടെ എനിക്ക് എന്താണെന്നറിയോ, ഈ ആളുകളോട് സംസാരിച്ച ഒരു രീതിയാണ്. IMAXൽ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പല ആളുകളും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നൊക്കെ ഫാമിലി ആയിട്ട് ഒരു ലേഡി ഡോക്ടർ, അവരുടെ ഹസ്ബൻഡ്, കുട്ടി ഒക്കെ ആയിട്ട് അവർ വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ സിനിമ കാണാൻ വേണ്ടി, IMAXൽ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുള്ള പയ്യന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വീൽ ചെയറിൽ വന്നിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ശരിയാണ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരു ഡിലേ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി കൺസിഡറേറ്റീവായി സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് തരാം, അല്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് കിട്ടുന്ന സീറ്റിലിരിക്കാം എന്നാണ് പറയുന്നത്. കിട്ടുന്ന സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ 570 രൂപയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ സിനിമ ഞാൻ കണ്ടു തീർക്കുന്നത് 400 രൂപ ടിക്കറ്റ് പറഞ്ഞിട്ടുള്ള, 400 ആയിരിക്കില്ല, അവർ ഡൈനാമിക് ടിക്കറ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കൂട്ടിയതാണ്. തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ട് റോയിലൊന്നിൽ ഒരു മൂലക്കിരുന്നാണ് ഞാൻ ആ സിനിമ കാണുന്നത്. ഒരു 10 മണി, 10:30, പിന്നെ ഒരു 11 ഒക്കെ ആകുമ്പോഴേ അവർ പറയുന്നുണ്ട് ലോഡായി കഴിഞ്ഞിട്ടില്ല, ലോഡായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ ലോഡാക്കൂ, നിങ്ങൾ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിനിമ കണ്ടിട്ടേ പോകുന്നുള്ളൂ. കാര്യം അവിടെ വന്ന ആർക്കും ഈ ഷോ ക്യാൻസൽ ചെയ്തിട്ട് പോകണം എന്നില്ല, എങ്ങനെയെങ്കിലും സിനിമ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ലോഡായി കഴിഞ്ഞിട്ടില്ല, ഇനി 12:30യുടെ ഷോയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്താലും അപ്പോഴും ലോഡാവുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മാന്യമായി ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 12:30യുടെ ഷോ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരുങ്ങാൻ പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല, നിങ്ങൾ അവരെ വിളിച്ച് പറയൂ ഷോ ക്യാൻസലായി എന്നുള്ളത്, 12:30ക്ക് ഷോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടിടൂ, ഞങ്ങൾ ഇതേ ടിക്കറ്റ്സിൽ തന്നെ കയറി കാണാം എന്നുള്ളൊരു സാഹചര്യം പറയുമ്പോൾ അത് അവർക്ക് പറ്റില്ല. അതായത് 12:30യുടെ ഷോ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, 9 മണിയുടെ ഷോ ക്യാൻസൽ ചെയ്തതായി ബുക്ക് മൈ ഷോയിൽ അവർ മാർക്ക് ചെയ്തിട്ടില്ല. റീഫണ്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ബുക്ക് മൈ ഷോയിൽ ഒരു 11:30, 12 മണി വരെ ആയിട്ടും ഷോ ക്യാൻസൽഡ് എന്നല്ല, ഷോ ഇസ് റണ്ണിങ് എന്നാണ് കാണിക്കുന്നത്. അത് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് പറയുന്നത് സാർ 12:30യുടെ ഷോ ലോഡാവുമോ എന്ന് നമുക്ക് ഉറപ്പില്ല, അങ്ങനെ ഉറപ്പില്ലാത്തൊരു ഷോയ്ക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് എന്ന മറുചോദ്യവും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സുതാര്യമായിട്ട് പറയുന്നില്ല. ഇതാണ് കണ്ടീഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോ കളിക്കാൻ നമുക്ക് പറ്റില്ല, വേണമെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീറ്റ് തരാം എന്നാണ് ഇവർ പറയുന്നത്. ബാക്കി ഷോസിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ മിഷൻ ഇമ്പോസിബിൾ പോലൊരു സിനിമ വരുമ്പോൾ, ഇപ്പോൾ അവതാറോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെയധികം നമ്മൾ കാത്തിരുന്നിട്ടുള്ള സിനിമകൾ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് കണ്ടാൽ മതിയോ? അങ്ങനെയാണോ? അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കൂടുതൽ പണം മുടക്കി ഈ തിയേറ്ററുകളിലേക്ക് പോകുന്നത്? അറ്റ്ലീസ്റ്റ് അത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നാണ്, ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വന്നാണ്, വീൽ ചെയറിലിരിക്കുന്ന ആളുകളുണ്ട്, അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്നൊരു പരിഗണനയില്ലേ? നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ് ആ തിയേറ്ററിലേക്ക് പോയിട്ടുള്ളത്? ഷോ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തന്നോളാമെന്ന് ഇവർ പറയുന്നില്ല. കോമ്പൻസേഷൻ ചോദിച്ച് ആദ്യം കുറച്ച് ആളുകൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് മെയിൽ അയക്കണം, മെയിൽ അയച്ചൊരു റിപ്ലൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യം പ്രതിഷേധിച്ച കുറേ ആളുകൾ പിന്നീട് അങ്ങോട്ട് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ 9 മണിയുടെ ഷോയ്ക്ക് വന്ന ആളുകളോട് 12യുടെ ഷോയ്ക്ക് ഏതെങ്കിലും സീറ്റിൽ ഇരുത്താമെന്ന് പറയുമ്പോൾ അപ്പോഴും അത്രയും നേരത്തെ നമ്മുടെ ട്രാവലുണ്ട്. നമ്മൾ പെട്രോളൊക്കെ കത്തിച്ചാണ് ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ പലരും ഓൾറെഡി അവിടുന്ന് PVRൻ്റെ അകത്തുനിന്ന് നല്ല പൈസ കൊടുത്ത് സാധനമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. സോ അവർക്ക് അത്രയും വരുമാനം ഉണ്ടാക്കി കൊടുത്ത കസ്റ്റമേഴ്സാണ് ഇതെന്ന് ചോദിക്കുന്നത്. എന്നാൽ അവരോട് പറയുകയാണ് നിങ്ങളുടെ ഷോ ഇത്തിരി ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചവരെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഉച്ചക്കത്തെ സ്നാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ വൗച്ചേഴ്സ് തരാം, കൂപ്പൺ തരാം. ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും വന്ന് കണ്ടിട്ട് വെക്കണം. ഞാൻ വീട്ടിൽ വന്ന് ഇപ്പോഴാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാമായിരുന്നു. പക്ഷേ മനസ്സ് മടുത്ത് വെറുത്തിരുന്നിട്ടാണ് സത്യം പറഞ്ഞാൽ പടം കണ്ട്. സിനിമ നല്ലതായിരുന്നു, പക്ഷേ ഒരു മൂലയ്ക്ക് ഇരുന്ന് കാണേണ്ടി വന്നു. PVR IMAX നമുക്ക് തന്നിട്ടുള്ള എക്സ്പീരിയൻസും വളരെ മോശമായിരുന്നു. ഇവരാദ്യം ഈ റീഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പറയുമ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് റീഫണ്ടും വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോകാമായിരുന്നു. പക്ഷേ അവിടെ പ്രതിഷേധിച്ച കുറേ ആളുകളുണ്ട്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളുണ്ട്. അതിലൊരു ലേഡി, പുള്ളിക്കാരി കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്, അവർക്ക് നടുവിന് ബുദ്ധിമുട്ടുള്ള ആളാണ്. അവർ ആ സിനിമ കാണാൻ അത്രയും കൊതിച്ചു വന്നിട്ടുള്ളതാണ്. മറ്റൊരു ദിവസം അവർക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ അറിയില്ല. അതുകൊണ്ട് അവർ റിക്ലൈനർ സീറ്റാണ് ബുക്ക് ചെയ്തത്. അവർക്ക് റിക്ലൈനർ സീറ്റ് തന്നെ വേണം എന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ ഫ്രണ്ട് റോയിൽ സീറ്റ് തരാമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അല്ലെങ്കിൽ ആ ആവശ്യമായിട്ട് അവിടെ നിൽക്കുന്ന ആളെ ഉപേക്ഷിച്ച് വരിക എന്ന് പറയുന്നത് സിനിമയൊക്കെ സിനിമയെ ഇഷ്ടമുള്ള ആളുകളോട് ഇഷ്ടമുള്ള എന്നെപ്പോലെ ഒരാൾക്ക് പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സിനിമ കാണാൻ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നൊരു സ്റ്റാൻഡാണ് ഞാൻ സ്വീകരിച്ചത്. ഒരു ഫുൾ സിനിമയ്ക്കുള്ള ആളുണ്ടായിരുന്നെങ്കിലും പ്രതിഷേധം മൂത്ത് 12 മണിയായപ്പോഴേക്കും അവിടെ ഒരു 10-15 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം പെട്രോൾ കത്തിച്ച് അവിടെ വന്നു. ഞാൻ ലുലുവിലെ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 90 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് പാർക്കിംഗ് ഫീ ആയിട്ട് അവർ വാങ്ങിച്ചത്. ഞാൻ രാവിലെ 8:45 സമയത്ത് അവിടെ ചെന്ന് കയറിയിട്ട് ഇറങ്ങുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ PVRൻ്റെ അകത്തുനിന്ന് തന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണം. 500 രൂപയുടെ 570 രൂപയാണ് ഞാൻ ബുക്ക് ചെയ്ത സീറ്റിനായത്. പക്ഷേ F റോയിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഏകദേശം സെൻട്രലായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഞാൻ സിനിമ കാണുന്നത് Cയിൽ 3യിൽ ഇരുന്നിട്ടാണ്. അത് ഏകദേശം മൂലയ്ക്കായിട്ട് വരും. 400 രൂപയാണ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ക്രീനിൽ കാണിച്ച റേറ്റ്. അപ്പോൾ എനിക്ക് റീഫണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ റീഫണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ഈ ഷോ ഇരുന്ന് കണ്ടിട്ട് പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ലുലുവിൽ PVRൽ IMAXൽ സിനിമ കാണാൻ വന്നിട്ട് പോകുന്ന ഒരാളുടെ ചിലവ് ടിക്കറ്റ് ചിലവ് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് സമയമുണ്ട്. ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്ന ആളുകളാണ്. രാവിലെ ഈ ഷോ കഴിഞ്ഞിട്ട് കയറാം എന്ന് വിചാരിച്ച് ഓഫീസിൽ പെർമിഷൻ എടുത്ത് വന്ന ആളുകളുണ്ട്. മറ്റു ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെയുള്ള ആളുകളുണ്ട്. ഇവരോടെല്ലാവരോടൊരു 10-10:45 ആകുമ്പോഴേക്കും ഷോ ഇല്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും മണിക്കൂർ ഇവർ വെയിറ്റ് ചെയ്തില്ലേ? അതിനൊരു കോമ്പൻസേഷൻ വേണ്ടേ? ടെക്നിക്കൽ എററൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. പക്ഷേ ഇത്രയും പണം മുടക്കി അവിടെ വന്ന ആൾക്കാർ, ശരി നിങ്ങൾ എന്തായാലും പത്തനംതിട്ടയിൽ നിന്നൊക്കെ വെളുപ്പിന് വന്ന ആൾക്കാരോട് നിങ്ങൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് ലുലുമാളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമെന്ന് പറയാൻ പറ്റുമോ? അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ പറഞ്ഞു ഇതിന് മുൻപും IMAXൽ ഇതേപോലെ രാവിലത്തെ ഷോയ്ക്ക് വന്നിട്ട് 6 മണിയുടെ ഷോയ്ക്ക് വന്നിട്ട് 9 മണിക്കാണ് സിനിമ കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അത് പണം മുടക്കി നിങ്ങളുടെ സ്പേസിൽ നല്ലതായ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് വരുന്ന ആൾക്കാരോട് കാണിക്കരുത്. പിന്നെ ഇതിനകത്തൊരു മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട്. IMAX ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കൊല്ലത്ത് നിന്നൊക്കെ വരുന്ന ആളുകൾക്കും എളുപ്പമുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആദ്യം റീഫണ്ട് വാങ്ങിച്ച ആൾക്കാരൊക്കെ പൊക്കോട്ടെ. പക്ഷേ 12യുടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ കൺസിഡർ ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ PVR ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ, അവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണ്ടേ? സിനിമ തുടങ്ങുന്ന സമയമായിരിക്കും ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അയഞ്ഞ് എങ്ങനെയെങ്കിലും സിനിമ കാണാം. ആ റിക്ലൈനർ ചോദിച്ച ലേഡിക്ക് അവർക്ക് വൈകുന്നേരം 7:30-ക്കുള്ള ഷോയ്ക്ക് ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരൊരു വിധത്തിൽ അത് സമ്മതിച്ചു. അതും കൂടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരുപാട് വാദിക്കാനോ ബലം പിടിക്കാനോ ഒന്നുമില്ല. ഏരീസിലേക്കൊക്കെ അത്രയും പിന്നെയും ട്രാവൽ ചെയ്ത് പോയി സിനിമ കാണുകയെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണുമ്പോൾ 3:30 4 മണിയുടെ ഒക്കെ ഷോ ആവും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ 12 ഷോയ്ക്ക് കയറി ഇരുന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട് റോയേ ഉള്ളൂ അവിടെ. അങ്ങനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മളോട് രണ്ടാമത് ഇവരൊരു ബോസ് വരുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 10 മണി സമയത്ത് എന്തോ സംസാരിച്ചു, പുള്ളി വന്നപ്പോൾ 10:45 15 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോസ് വന്നിട്ട് പറഞ്ഞതും നേരത്തെ പുള്ളി പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് പറയുന്ന കാര്യം അത് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്യാമറ ഓൺ ചെയ്താൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ഓടുന്നു. എന്തെങ്കിലും സംസാരിച്ച് കഴിയുമ്പോഴേക്കും പുള്ളി അപ്പം തന്നെ ഫോൺ എടുത്ത് വേറൊരു വഴിക്ക് പോകുന്നു. ഈ മുന്നിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദയില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് തിയേറ്റർ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയ കൂട്ടത്തിൽ പുള്ളി എക്സ്ട്രീംലി സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും കേൾക്കാനുള്ള യാതൊരു മാനസികാവസ്ഥയില്ലായിരുന്നു. അങ്ങനൊരു സോറി പറയുമ്പോൾ
അവിടെ വന്ന് അങ്ങനെ ബുദ്ധിമുട്ടിയ ആളുകളെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മര്യാദ കാണിക്കണം. റീഫണ്ടുമായിട്ട് പോകാൻ പറ്റുന്ന ട്രിവാൻഡ്രത്തൊക്കെ തന്നെയുള്ള ആളുകൾക്ക് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കുറച്ച് 1-2 മണിക്കൂറത്തെ ബുദ്ധിമുട്ടെന്നായിരിക്കും. പക്ഷെ ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ള ഈ സിനിമ ഇവിടെ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഒരുപക്ഷെ ഇന്നോ നാളെയോ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കാണാൻ യാതൊരു സാധ്യതയില്ലാത്ത ആളുകൾ അവർ ആ സിനിമ ഇന്ന് തന്നെ കാണണം എന്ന് പറയുമ്പോൾ അത് അവരുടെ കുറ്റം കൊണ്ട് സിനിമ മിസ്സായി പോയതല്ല. അപ്പോൾ അവരെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ അവിടെ കാണിക്കണമായിരുന്നു. കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്ത് ട്രാൻസ്പെറൻ്റായി സംസാരിക്കുന്നു എന്നുള്ളൊരു ഫീലെങ്കിലും ജനറേറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി ആത്മാർത്ഥമായി അപ്പോളജൈസ് ചെയ്യാൻ ഒക്കെ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നൊരു സജഷനാണ് പറയാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് മടുത്തുപോയി. PVRലേക്ക് ട്രിവാൻഡ്രം ലുലു മോളിലെ PVRലേക്ക് ഇനി ഞാൻ പോകുന്ന കാര്യം, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ഉള്ളൂ എന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് സിനിമയിലേക്ക് വരാം. മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്. എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിലും വെള്ളത്തിലും ഒക്കെ വെച്ചിട്ടുള്ള പുള്ളിയുടെ മിഷൻ പരിപാടികൾ. അതൊക്കെ ഇതിനു മുമ്പുള്ള സിനിമകളിലും പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അതിൻ്റെ ആ ഒരു സീറ്റഡ്ജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു ഇമോഷൻ മിസ് ചെയ്യാതെ തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കടലിൻ്റെ അടിയിലേക്ക് എന്ന് പറയുമ്പോഴേ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളൊക്കെ വന്നപ്പോൾ ടൈറ്റാനിക് ഇപ്പോൾ ഉള്ളിടത്തേക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല, അതിന് ഇന്ന കാര്യങ്ങളുണ്ട്, കടലിൻ്റെ അടിയിൽ ഇത്രയും പ്രഷറുണ്ട്, ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവാത്തതാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടും കണ്ടും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പുള്ളി കടലിൻ്റെ അടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം വെച്ചിട്ട് ശരിക്കും ചിലപ്പോൾ എടുത്ത് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ആ സീനുകളൊക്കെ കാണുമ്പോൾ മനസ്സിനുണ്ടായിരുന്നൊരു ഒരു ഇളക്കം എന്ന് പറയുന്നത് വേറെ തന്നെയായിരുന്നു. ആൻഡ് ആകാശത്ത് വെച്ചുള്ള പോരാട്ടം പരിപാടികൾ ഞാൻ അങ്ങനെ മാത്രം മെൻഷൻ ചെയ്യുന്നത് നിങ്ങളത് സ്ക്രീനിൽ കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഈ അയാളെന്തേ കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന സംഭവങ്ങൾ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ, ഭയങ്കര ലവ്ലി ആയിട്ട് തോന്നിയ, ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നൊരു സ്നേഹക്കൂടലൊക്കെ തോന്നുന്നത് ഒരു ലാംഗ്ലി എപ്പിസോഡുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു ലാംഗ്ലി അവരുടെ റിലേഷൻ ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ മനസ്സ് നിറയ്ക്കുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫൈറ്റും പരിപാടികളൊക്കെ വരുമ്പോൾ അതിങ്ങനെ കയറി വരുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. പിന്നെ കുറച്ച് സെൻറ്റ് ഓഫ്, മെയിൻലി അറിയാലോ ഇത് ഈത്തൻ ഹണ്ടിൻ്റെ നമ്മുടെ ഹീറോയുടെ ഒരു സെൻറ്റ് ഓഫ് പരിപാടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വളരെ ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കുറച്ച് അവസാനിപ്പിക്കലുകൾ കൂടിയുണ്ട്. അത് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും. നമ്മൾ ഈ പറയുന്ന 6-7 സിനിമകൾ ഇതിനു മുമ്പ് വന്നതൊക്കെ കണ്ട് അതിൽ മുഖം കണ്ട് പരിചയമുള്ളത് കൊണ്ട് കുറച്ച് ഇമോഷണലി ടച്ച് ആവും. വിഷ്വൽസ് അറിയാമല്ലോ, മാരകമായിട്ട് തന്നെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് ലൈക്ക് മൊമെൻറ്റ്സ് ടു റിമെമ്പർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സിനിമ കണ്ട സമയത്ത് നമ്മൾ ചെറിഷ് ചെയ്തിട്ടുള്ള കുറേ മൊമെൻറ്റ്സ്, അത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു അതും കൂടിയുണ്ട്. കുറച്ച് പഴയ സിനിമയിലെ കുഞ്ഞു ഷോട്ടുകളൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോവുകയാണ് മെമ്മറീസ്. നമുക്കും പരിചയമുള്ള ഒരാളോട്, നമ്മൾ ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ള ഒരാളോട് നമ്മൾ യാത്ര പറയാൻ ചെന്നിരിക്കുമ്പോൾ അയാളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ നമ്മൾ ഓർത്തെടുക്കൂലേ എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് സെൻഡ് ഓഫ്. ഒരു അടിപൊളി സെൻഡ് ഓഫ് ആയിരുന്നു. മനസ്സിങ്ങനെ നിറഞ്ഞൊക്കെ ഇരുന്ന് കണ്ട. ഈ തിയേറ്ററിനകത്തേക്ക് കയറുന്നതിന് മുമ്പുണ്ടായിരുന്ന കുറച്ച് വളരെ മോശം അനുഭവങ്ങൾ ഒക്കെ അവിടെ നിൽക്കുമ്പോഴും സിനിമ തുടങ്ങി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കണ്ട ഒരു സിനിമയാണത്. ആൻഡ് 2 കാര്യങ്ങൾ. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ ഭീകര വയലൻസ് ഉള്ള ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ ആ ഫൈറ്റ് സിനിമയിൽ കാണിക്കുന്നില്ല, സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ എക്സ്പ്രഷനാണ് നമ്മൾ കാണുന്നത്. അതവർ അങ്ങനെ ചെയ്തതാണോ അതോ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. മറ്റൊന്ന്, ഈ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ സീൻസ് പോയിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. സൺ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം വരുമല്ലോ, അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സൈലൻസ് ആക്കോ മ്യൂട്ട് ചെയ്യുമൊന്നുമല്ല, കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമയിൽ ഇനി അഥവാ അവരെന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ആ ഒരു കട്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അവിടെ നിൽക്കുമ്പോഴും സിനിമ ഭയങ്കര സാറ്റിസ്ഫൈങ് ഒരു അനുഭവമായിരുന്നു. വീണ്ടും പറയുന്നു, ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.